ഓക്കെ സ്റ്റുഡൻസ്, അതിന് നമുക്ക് ഓരോ രോഗങ്ങളെ പറ്റിയിട്ട് ഈ ബാക്ടീരിയൽ ഡിസീസ് ഏതൊക്കെയാണ്, വൈറൽ ഡിസീസ് ഏതൊക്കെയാണ്, ഫംഗൽ ഡിസീസ് ഏതൊക്കെയാണ്, അതുപോലെ പ്രോട്ടോസോവൽ ഡിസീസ് ഏതൊക്കെയാണ്, ഹെൽമിന്ത്യൻ ഡിസീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ബാക്ടീരിയൽ ഡിസീസ് എടുക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയൽ ഡിസീസ്. ബാക്ടീരിയൽ ഡിസീസ്, അതിൽ ആദ്യത്തെ ബാക്ടീരിയൽ ഡിസീസ് ഞാൻ നേരത്തെ പറഞ്ഞു, കൊറോണ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും 2 എണ്ണം മാത്രമാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കാം. ഏതൊക്കെയാ? വൺ ഈസ് കോൾഡ് ടൈഫോയിഡ്. ടൈഫോയിഡ്, ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം എവിടെ ഇങ്ങനെ നമ്മളൊരിത് പഠിക്കുമ്പോൾ നമുക്കൊരു 5 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് പഠിച്ചാൽ പോരെ. അങ്ങനെ നിങ്ങൾക്ക് ചറപ്പറ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. 1, ഈ രോഗത്തിൻ്റെ പാത്തോജൻ ഏതാണ്? പാത്തോജൻ ഏതാണ്? ഒരു ക്വസ്റ്റ്യനായി. രണ്ടാമത്തത്, ഏത് ഭാഗത്തെയാണ് ഇത് ബാധിക്കുന്നത്? ടു വിച്ച് ഓർഗാൻ ഓർ വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഇറ്റ് വിൽ എഫക്ട്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് എങ്ങനെയാണ് പകരുന്നത്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എയർ ബോൺ, വാട്ടർ ബോൺ, വെക്ടർ ബോൺ എന്നൊക്കെ പറഞ്ഞില്ലേ, ഏതിലൂടെ? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 5, ഇത് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? അതായത് കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ടോ ഇല്ലയോ? ഇങ്ങനൊരു 5 ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ഓരോ ഡിസീസിനെയും പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് നിങ്ങൾ കുറെ അങ്ങോട്ട് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് പഠിക്കുന്നേക്കാൾ നല്ലത് ആദ്യമായിട്ട് നമ്മൾ ഒരു ഡിസീസ് കേൾക്കുമ്പോൾ ഡിസീസിന്റെ പാത്തോജൻ ഏതാണ്, ഏത് പാർട്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത്, എന്തിലൂടെയാണ് ഇത് പകരുന്നത്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ദെൻ സിംറ്റംസ് ആൻഡ് എനി ടെസ്റ്റ് ഫോർ കൺഫർമേഷൻ ഉണ്ടോ ഇല്ലയോ? ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതേ രീതിയിൽ ഇത് നോക്കുകയാണെങ്കിൽ ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന പാത്തോജന്റെ പേരെന്താ? നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പാത്തോജൻ. ഏതാണ് ഇവിടുത്തെ പാത്തോജൻ? ഇത് ബാക്ടീരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം ബാക്ടീരിയൽ ഡിസീസ് നമ്മൾ വൈറസ് പഠിക്കില്ലല്ലോ. ബാക്ടീരിയ. പാത്തോജൻ സാൽമോനെല്ല. സാൽമോനെല്ല ടൈഫി എന്ന് പറയാം. ടൈഫി മോറസും കാണാൻ ചിലപ്പോൾ നിങ്ങളെ ടെസ്റ്റിനകത്ത് ചിലതിൽ. സൽമോണല്ല ടൈഫി എന്നൊരു ബാക്ടീരിയയാണ് എന്തുണ്ടാക്കുന്നത്? ടൈഫോയിഡ്. അപ്പൊ നമുക്ക് പാത്തോജനെ പറ്റി മനസ്സിലായല്ലോ. ദ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ ബാക്ടീരിയ കോൾഡ് സൽമോണല്ല ടൈഫി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഏത് പാർട്ടിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് എന്നല്ലേ? ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി? പാർട്ട് ഓഫ് ബോഡി. ഏത് ഭാഗത്തെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്? It will affect the intestine. Intestine മാത്രമല്ല, intestine and blood എന്ന് വേണം നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ടൈഫോയിഡും എയ്ഡ്സും ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മളെ ശരീരത്തിലെ WBC കുറയുന്നതിനൊരു പ്രധാന കാരണം. WBC സാധാരണ കൂടുന്നതാണ് നമ്മൾ ലുക്കീമിയ എന്ന് പറയാം. എന്നാൽ ചില കാരണത്താൽ WBC വേണ്ടതിലും കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ല്യൂക്കോസൈറ്റോപീനിയ എന്ന് പറയും. ഈ ബ്ലഡ് സെൽസ് WBC വൈറ്റ് സെൽസ് കുറയാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്നുകിൽ നമ്മുടെ എയ്ഡ്സ് ആണത്, നമ്മൾ പഠിക്കും അത് എയ്ഡ്സ്, അല്ലെങ്കിൽ ഈ ടൈഫോയിഡ് ആണ് കാരണം. അപ്പോൾ ടൈഫോയിഡ് ശരിക്ക് ഇൻറ്റസ്റ്റൈനെയും ബ്ലഡിനെയാണ്. പക്ഷെ ബ്ലഡ് എന്നുള്ളത് നിങ്ങൾ പഠിക്കണമെന്നില്ല, ഞാനൊരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അത് ടെസ്റ്റിൽ നമ്മളെ ഇൻറ്റസ്റ്റൈനെ ബാധിക്കുന്ന രോഗമാണ്. ഓക്കെ, മൂന്നാമത്തത് മോഡ്. മോഡ് മീൻസ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എന്തിലൂടെ പകരും? ഇതെന്തിലൂടെയാ പകരുന്നത്? ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ്, എങ്ങനെയാ? വാട്ടർ ബോൺ ആണോ, എയർ ബോൺ ആണോ, എന്താണ്? ഇറ്റ് സ്പ്രെഡ് ത്രൂ കോണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്. അതായത് മലിനീകരിക്കപ്പെട്ട വെള്ളത്തിലൂടെയും ഫുഡിലൂടെയാണ് ഇത് പകരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വാട്ടർ ബോൺ ഡിസീസ് ത്രൂ എന്തൊക്കെ? ത്രൂ വാട്ടർ, ഫുഡ് എക്സെട്ര അല്ലേ? ഓക്കെ,
അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. മാരി മെലോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മേരി മെലോൺ. ഇവർ നമ്മൾ ടൈഫോയിഡ് മേരി എന്നാണ് അറിയപ്പെടുന്നത്. മേരി മെലോൺ എന്ന് പറയുന്നത് ടൈഫോയിഡ് മേരി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അവര് ബൈ പ്രൊഫഷൻ അവരൊരു കുക്കാണ്. അവര് കുക്ക് ചെയ്തിരിക്കുന്ന ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് ഈ ടൈഫോയിഡ് വന്നു. അങ്ങനെ അവരൊരു കാരിയറായി മാറി. അതുകൊണ്ടാണ് അവർ നമ്മൾ ടൈഫോയിഡ് മേരി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഫുഡിലൂടെ, കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്ന ഫുഡിലൂടെ, വെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ് മേരി എന്നുള്ള പേര് നിങ്ങൾ ഓർമ്മിക്കണം. മാരി മെലോണെയാണ് ടൈഫോയിഡ് മേരി എന്നറിയപ്പെടുന്നത്. അവര് ഒരു കുക്കാണ്. അവർ കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തിലൂടെ ഇതിങ്ങനെ പകരുന്നത് കൊണ്ടാണ് ആ പേര് കിട്ടിയത്. ഓക്കെ, മോഡ് മനസ്സിലായി. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് സിംറ്റംസ് ഒക്കെ നമുക്ക് ചറവറ പഠിക്കാനൊന്നും പറ്റില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കാം സിംറ്റംസ്. ഇതിന്റെ സിംറ്റംസ്, ഈ ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു ഫീവറാണ്. നിങ്ങൾക്കറിയോ, ടൈഫോയിഡിനെ സാധാരണയായിട്ട് മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുന്ന പേര് എൻഡറിക് ഫീവർ എന്നാണ്. മെഡിക്കൽ ടെർമിനോളജിയിൽ ടൈഫോയിഡ് എന്നല്ല പറയാ, എൻഡറിക് ഫീവർ. അപ്പൊ അതൊരു ഫീവറാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് 6 സിംറ്റംസ് ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കുക സിംറ്റംസ്, 6 സിംറ്റംസ് ഉണ്ടാക്കൂ. അതിൽ 3 നമുക്ക് പനിക്ക് കൊടുക്കാം. 3 ഇത് എവിടെ ബാധിക്കുന്ന? ഇൻഡസ്റ്റൈൻ അല്ലേ? അപ്പൊ നമുക്ക് ഇൻഡസ്റ്റൈനും കൊടുക്കാം 3. അങ്ങനെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ മതി, ആരും ചോദിക്കൂല. 3 പനിക്ക് വേണ്ടിയിട്ട്, 3 ഇൻഡസ്റ്റൈന് വേണ്ടിയിട്ട്. ഏതൊക്കെയാ 3 പനിക്കുള്ളത്? ഫീവർ, നമുക്കറിയുന്ന കാര്യമാണ്. ഫീവർ ആർക്കും അറിയാതെ, ആരും നമ്മളോട് എന്ത് ചെയ്യില്ല, ആരും നമ്മളോട് എതിർക്കില്ല ഫീവർ ഉണ്ടാവുന്നുള്ളത്. ഫീവർ, ഹെഡേക്ക്, ടയർഡ്നെസ്, ഫാറ്റിഗ്, ടയർഡ്നെസ്, ക്ഷീണം. ഇത് 3 പനിക്ക്. ഇനി അടുത്തത് ഇൻഡസ്റ്റൈനിൽ വരുമ്പോൾ എന്തൊക്കെ വരും? ഇൻഡസ്റ്റൈനെ ബാധിക്കുന്ന രോഗമാവുമ്പോ എന്തൊക്കെ വരാം? ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്താ? ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്താ? വിശപ്പില്ലായ്മ. ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന വിശപ്പില്ലായ്മ. പിന്നെ സ്റ്റൊമക് പെയിൻ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ. എന്താ കോൺസ്റ്റിപ്പേഷൻ മനസ്സിലായില്ലേ? നോ റിസൾട്ട്. നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഒന്നും പുറത്തേക്ക് വരില്ല. കോൺസ്റ്റിപ്പേഷൻ, ദാറ്റ് മീൻസ് ദ ഫീക്കൽ മാറ്റർ ഈസ് റീറ്റെയിൻഡ് ഇൻ ദ റെക്ടം. രക്തത്തിൽ വന്ന് നിൽക്കും, പക്ഷെ പുറത്തേക്ക് വരില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുക. അപ്പൊ നിങ്ങൾ നോക്കൂ, ഫീവർ, ഹെഡേക്ക് ആൻഡ് ടയർഡ്നെസ്. ഇത് ഫീവറിന്റെ 3 സിംറ്റംസ്. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, സ്റ്റൊമക് പെയിൻ, വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ. ഇത് 3 എന്തിന്റെ? ഈ ഇൻഡസ്റ്റൈനുമായി ബന്ധം. അപ്പോൾ നമുക്ക് 6 സിംറ്റം പഠിച്ചു. നിങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ മറ്റേ ചറവറ പഠിച്ചാൽ നിങ്ങൾക്ക് ആകെ മറന്നുപോകും. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ നമുക്ക്. ഇതിന് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ഈസ് എ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ടൈഫോയിഡ്. ടൈഫോയിഡ് കണ്ടുപിടിക്കാൻ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ടൈഫോയിഡ് ഉണ്ട് എന്നാണ്. നെഗറ്റീവ് ആണെങ്കിൽ ടൈഫോയിഡ് ഇല്ല എന്നാണ്. അതൊരു കൺഫർമേറ്ററി ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് അല്ല, കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. അത് നമ്മൾ വൈഡാൾ എന്നാണ് പറയുക, വൈഡാൾ ടെസ്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ടൈഫോയിഡിനെ പറ്റി പഠിക്കാനുള്ളൂ. സിമ്പിൾ അല്ലേ? ടൈഫോയിഡിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? നമ്മളിപ്പോൾ പഠിക്കുന്നത് ബാക്ടീരിയൽ ഡിസീസിൽ 2 എണ്ണമാണ്. ഒന്ന് ടൈഫോയിഡ്, ഒന്ന് ന്യൂമോണിയ. സിമ്പിൾ. ടൈഫോയിഡ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു? ടൈഫോയിഡിന് നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെഡിക്കൽ ടെർമിനോളജി എൻഡറിക് ഫീവർ എന്നാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 5 ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്ക് ഡിസീസ് പഠിക്കാം. ആദ്യത്തത്, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പാത്തോജൻ? ടൈഫോയിഡ് ഉണ്ടാക്കുന്ന രോഗാണുവിന്റെ പേരെന്ത്? സൽമോണല്ല ടൈഫി അല്ലെ? സൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. 1. 2, ഏത് ഭാഗത്തെയാണ്? വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി it will affect? It's a disease of the intestine, digestive tract-നെ, intestine-നെ
കൂടാതെ ബ്ലഡിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എന്തിലൂടെ പകരുന്നു? ഇറ്റ് ഇസ് എ ഡിസീസ് സ്പ്രെഡ് ത്രൂ വാട്ടർ, കോൺടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്. മലിനീകരിക്കപ്പെട്ട വെള്ളത്തിലൂടെയും ഫുഡിലൂടെയും പകരുന്ന രോഗമാണ് ഈ ടൈഫോയിഡ്. അതൊരു വാട്ടർ ബോൺ ഡിസീസ് ആണ്. ഇവിടെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് മാരി മെല്ലോണിനെ, ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന ആ സ്ത്രീയെ ഓർമ്മിക്കേണ്ടത്. സിംറ്റംസ്, ഫീവറിന്റെ 3 സിംറ്റംസ് എന്തൊക്കെയാ? ഫീവർ, ഹെഡേക്ക് ആൻഡ് ടയർഡ്നെസ്. സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട 3 ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, സ്റ്റൊമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ. ഇതൊന്നും അറിയാത്ത ഇതില്ലല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് സിംറ്റംസ്. ഇനി നമുക്കിത് കണ്ടുപിടിക്കാവുന്ന, അതായത് കൺഫേം ചെയ്യുന്ന ഒരു ടെസ്റ്റിന്റെ പേരാണ് വൈഡാൽ ടെസ്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. വൈഡാൽ ടെസ്റ്റ് ഈസ് എ കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് ടൈഫോയിഡ്. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ചിലപ്പോൾ ഈ ടൈഫോയിഡ് വന്നിട്ട് മരണം സംഭവിക്കാം. എങ്ങനെയാണ് മരണം സംഭവിക്കുക? അത്രയും റെയർ കേസിലാണ്. കാരണം അത്രയും അറിയാത്ത ആൾക്കാർക്ക് മാത്രമേ ഇത് വരുള്ളൂ. കാരണം ഇത് നമുക്ക് എളുപ്പത്തിൽ ചികിത്സിച്ച് ഇന്ന് കാണുന്ന ഫ്ലൂറോക്വിനോൺ വിഭാഗത്തിൽപ്പെട്ട ആന്റിബയോട്ടിക് ഉപയോഗിച്ച് പരിപൂർണമായും ഭേദമാക്കാൻ പറ്റുന്ന രോഗമാണ് ടൈഫോയിഡ്. എന്നാൽ സിവിയർ കേസിൽ എന്താ സംഭവിക്കുക? ഇൻഡസ്റ്റൈനൽ പെർഫോറേഷൻ ഒക്കേഴ്സ്. ഇൻഡസ്റ്റൈൻ്റെ മുകളിൽ ഹോൾസ് വരും. അങ്ങനെയാണ് ആൾ മരിച്ചു പോകുന്നത്. ഇൻഡസ്റ്റൈനൽ പെർഫോറേഷൻ ഒക്കേഴ്സ് and the patient may die due to this. അത് സിവിയർ കേസിൽ മാത്രമാണ്. ഇന്ന് പരിപൂർണമായും ചികിത്സിക്കാവുന്ന രോഗമാണ് ടൈഫോയിഡ്. ഇതാണ് ബാക്ടീരിയൽ ഡിസീസിൽ 1. ഇത് ഞാൻ മയക്കാത്തന്നെ അടുത്തത് പറഞ്ഞുതരാം. രണ്ടാമത്തെ ബാക്ടീരിയൽ ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത് ആരാ? pneumonia. Pneumonia is a disease which is spread by, നമുക്ക് ഇതേപോലെ പഠിക്കണ്ടേ? പാത്തോജൻ ആരാ? ഇവിടുത്തെ പാത്തോജന്റെ പേരാണ്. ന്യൂമോണിയ ഉണ്ടാക്കുന്ന പാത്തോജൻ ആര്? ഇതേ സ്റ്റൈലിൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ന്യൂമോണിയ ഈസ് കോസ്ഡ് ബൈ ന്യൂമോകോക്കസ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയ ആണ്. അതായത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ഇതിനെയാണ് ന്യൂമോകോക്കസ് എന്നോ ഡിപ്ലോകോക്കസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ഒരു ബാക്ടീരിയയും പിന്നെ അപ്പൊ ഏതൊക്കെ പാത്തോജനാണ് ഇവിടെ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, അതായത് ന്യൂമോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത് ന്യൂമോകോക്കസ് എന്നോ അല്ലെങ്കിൽ ഡിപ്ലോകോക്കസ് എന്നോ പേരിലൊക്കെ അറിയപ്പെടുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന മേജർ പാത്തോജനും ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഈ പേര് കേട്ടാൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതാണ് വിചാരിക്കരുത്. ഒരു വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ എന്ന് പറയുന്ന 2 പാത്തോജൻ കൂടിച്ചേർന്നിട്ട്, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ രണ്ടും കൂടെ ആവാം. ഇത് പ്രധാനമായിട്ട് നിങ്ങൾക്കറിയോ, ഈ ഒരു ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പ്രധാനമായും കുഞ്ഞുങ്ങളിൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാത്തോജനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടാണ് മനുഷ്യനിൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇത് മാത്രം. പാത്തോജൻ ഏതൊക്കെയാ? ഒന്നുകിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, അതല്ലെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഈ പാത്തോജനാണ് എന്തുണ്ടാക്കുന്നത്? ന്യൂമോണിയ. ഇനി നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് അത് ആക്രമിക്കുന്നത് നമുക്ക് നോക്കണ്ടേ? ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ്, അതായത് നമ്മുടെ പാർട്ട്. ഏത് ഭാഗത്താ? പാർട്ട് ഓഫ് ദ ബോഡി. ഇത് എവിടെയാ ബാധിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ് ദ ആൽവിയോളായി. ലങ്സില് ആൽവിയോളായി, നമ്മൾ വായു അറ, എയർ സാക്ക്, ലങ്സിനെ ബാധിക്കുന്ന രോഗമാണിത്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ലങ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ബബിൾ ലൈക്ക് സ്ട്രക്ചറിനെ അല്ലേ നമ്മൾ പറയുന്നത് ആൽവിയോൾസ്. അപ്പൊ ആൽവിയോൾസ് ഓഫ് ദ ലങ്സ്.
ലങ്സിലെ ആൽവിയോളിനെ, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ, ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്, അത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. മൂന്നാമത്തെ എന്താ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അടുത്ത നമുക്ക് പറയാം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഏത് മോഡാണത്? നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് ഇതൊരു എന്താ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. എന്താ അത്? ഇത് എയർബോൺ ആണ്. എയർബോൺ ഡിസീസ് അല്ലേ? എയർബോൺ. ഇത് വാട്ടർ ബോൺ ഡിസീസ് ആണെങ്കിൽ ഇത് എയർബോൺ എന്ന് പറഞ്ഞാൽ ഇതെന്താ? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണിത്. പ്രധാനമായിട്ട് ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. നമ്മളിപ്പോൾ കൊറോണ പോലെ ഡ്രോപ്ലെറ്റ് ആണ്. ഈ ന്യൂമോണിയ വരുന്ന രോഗികൾ സംസാരിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഫ്ലൂയിഡിലെ ആ ഡ്രോപ്ലെറ്റ്സ് വഴി ഈ ന്യൂമോണിയ വന്ന രോഗിയുടെ വസ്ത്രങ്ങളും മറ്റ് ബിലോങ്ങിങ്സും ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരാം. ഇത് ഈ പ്രധാനമായിട്ട് ഡ്രോപ്ലെറ്റിലൂടെയും അതുപോലെ തന്നെ കോണ്ടാക്റ്റിലൂടെയും പകരുന്ന ഒരു രോഗമാണ്. ഒരു പ്രത്യേകിച്ച് ഒരു എയർബോൺ ഡിസീസാണ്. എയറിലൂടെ പകരുന്ന രോഗമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോണിയ ഈസ് എൻ എയർബോൺ ഡിസീസ്. എയർബോൺ ഡിസീസ്. ഓക്കെ, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ഇനി അടുത്തതിന്റെ സിംറ്റംസ് അല്ലേ നമുക്ക് പഠിക്കേണ്ടത്? വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ദിസ്? നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തുണ്ടാക്കാം? നിങ്ങൾക്ക് ഇതിന്റെ സിംറ്റം ഉണ്ടാക്കാം. ഈ ന്യൂമോണിയ ഒരു ഫീവറിന്റെ ഫലമായിട്ടാണ് ന്യൂമോണിയ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സിംറ്റംസിൽ നമുക്ക് ഇതന്നെ എഴുതാം. ഫീവർ എഴുതാം, ഹെഡേക്ക് എഴുതാം, പിന്നെ ഫറ്റീഗ്, ടയർഡ്നെസ് അല്ലെ? ഫീവർ എഴുതാം, ഹെഡേക്ക് എഴുതാം, ടയർഡ്നെസ് എഴുതാം, ക്ഷീണം. ഇത് മൂന്നും എന്തായാലും ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കറിയാം ഇത് എവിടെ ബാധിക്കുന്ന? നേരത്തെ നമ്മൾ 3 ഉണ്ടാക്കിയത് ഇൻഡസ്ട്രീനെ ബാധിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ ഇത് എന്തിനെയാ ബാധിക്കുന്നത്? ഇത് ലങ്സിനെ ബാധിക്കുന്നു, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് എഴുതി കൂടെ എന്തൊക്കെയാവാം? കോഫ്, ചുമ, കോഫ്, പിന്നെ അതുപോലെ തന്നെ എന്താ? ചെസ്റ്റ് പെയിൻ. ചുമച്ചാൽ ചെസ്റ്റ് പെയിൻ വരും. ദെൻ ബ്രീത്ത്ലെസ്നെസ്. ബ്രീത്ത്ലെസ്നെസ് എന്താ? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ശ്വാസതടസ്സം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിനൊരു കൺഫർമേറ്ററി ടെസ്റ്റ് ഇല്ല. സിംറ്റം വെച്ചുകൊണ്ട് നമ്മൾ റേഡിയോളജിക്കൽ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ വൈഡാൽ ടെസ്റ്റ് പോലെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇതിനില്ല. ഇത് നമ്മൾ എക്സ്റേ പോലുള്ള റേഡിയോളജിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്, കണ്ടുപിടിക്കാം. പക്ഷെ ഇതേപോലെ ഒരു വൈഡാൽ ടെസ്റ്റ് പോലത്തെ ഒരു ടെസ്റ്റ്, എലൈസ പോലത്തെ ഒരു ടെസ്റ്റ് ഇല്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ന്യൂമോണിയ ഉണ്ടാക്കുന്ന പാത്തോജന്റെ പേരെന്താ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ അഥവാ ന്യൂമോകോക്കസ് അല്ലെങ്കിൽ ഡിപ്ലോകോക്കസ് എന്നെല്ലാം പറയുന്നത്. അതാണ് മേജർ പാത്തോജൻ വിത്ത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഓക്കെ, ഇനി ഏത് ഭാഗത്തെയാണ് ഇത് ആക്രമിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് ആൽവിയോൾസ് ഓഫ് ദ ലങ്. ലങ്ങിന്റെ ആൽവിയോളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇത്. 3, ഇതിലൂടെയാ പകരുന്നത്? ഇറ്റ് ഈസ് എൻ എയർബോൺ ഡിസീസ്, വായുവിലൂടെ പകരുന്ന രോഗം. ഇറ്റ്സ് എ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആസ് വെൽ ആസ് ആൻ ഇൻഫെക്ഷൻ ത്രൂ കോണ്ടാക്ട്. ഇത് ഈ ദ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ദ ഇൻഫെക്റ്റഡ് പേഴ്സണിലൂടെ സംസാരിക്കുമ്പോൾ ഒക്കെ വരാം. അതേപോലെ തന്നെ ദ യൂസ് ഓഫ് ദ ബിലോങ്ങിങ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. മറ്റൊരാൾ ഈ പേഷ്യൻറ്റിൻ്റെ ബിലോങ്ങിങ്സ്, അവരുടെ ഡ്രസ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ കോണ്ടാക്റ്റിലൂടെയും വരാം. പക്ഷെ പ്രധാനമായിട്ടും അത് ഡ്രോപ്ലെറ്റിലൂടെ, എയറിലൂടെ പകരുന്ന രോഗമാണ്. എന്തൊക്കെയാണ് സിംറ്റംസ്? സിംറ്റംസ് ഇൻക്ലൂഡ് ഫീവർ, അല്ലേ? ഫീവർ, ഹെഡേക്ക്, ഫാറ്റിക് അതായത് ടയർഡ്നെസ്, ഇത് നമ്മൾ ഇതിലും പഠിച്ചു. ക്ഷീണം, പനി, തലവേദന, ക്ഷീണം. പിന്നെ വരുന്നത് കോഫ്, ചുമ, ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന,
ദെൻ ബ്രീത്ത്ലെസ്നെസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, അതെല്ലാ റെസ്പിറേറ്ററി ഇതിലും വരും. ഇതൊക്കെയാണ്. ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. നമുക്ക് എക്സ്റേ പോലുള്ള റേഡിയോളജിക്കൽ ടെക്നിക്ക് വഴി ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്തത്, ഇത് സിവിയർ കേസിൽ എന്താ സംഭവിക്കുക? ഇതുപോലെ അല്ല കേട്ടോ. ഇതൊന്നും നമ്മൾ അത്രയും അശ്രദ്ധ കൊണ്ട് മരിച്ചു പോകുന്നതാണ്. എന്നാൽ ഈ ന്യൂമോണിയ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ള സത്യം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഇതല്ല വരുന്നത്. ഇപ്പം വൈറൽ ന്യൂമോണിയാണ് കൂടുതൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പനി വന്നു, പെട്ടെന്ന് ന്യൂമോണിയായി, പെട്ടെന്ന് ആളുകൾ മരിച്ചു പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ, പണ്ട് ന്യൂമോണിയ പ്യുവർ ബാക്ടീരിയൽ ന്യൂമോണിയാണ് വന്ന് കുറേ ദിവസം പനിക്കും, ചെസ്റ്റിൽ ഭയങ്കര ശ്വാസം മുട്ട് വരും, അങ്ങനെ വന്നിട്ടാണ് കണ്ടുപിടിക്കുക. ഇപ്പം അതല്ല വരുന്നത്. ഇപ്പം പെട്ടെന്ന് വരുന്നുണ്ട്. കാരണം വൈറൽ ന്യൂമോണിയ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ സിവിയർ കേസ്, കണ്ടുപിടിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കാവുന്ന രോഗമാണ് ന്യൂമോണിയ. അത് എങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റേജ് ആൾ മരിച്ചു പോകുന്നത്? അതായത് ലാസ്റ്റ് സ്റ്റേജ് ഈ ഫിംഗർ നെയിൽ ലിപ്പ് എല്ലാം ബ്ലൂവിഷ് ആവും. ഫിംഗർ നെയില് ലിപ്പൊക്കെ നീല കളറാവും. കാരണം എന്താ? വേണ്ടത്ര ഓക്സിജൻ ശരീരത്തിന് കിട്ടാത്ത, അനോക്സിയ എന്ന് പറയുന്ന അവസ്ഥ, തീരെ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ, അതായത് ദ ഫിംഗർ നെയിൽ ബിക്കം ബ്ലൂയിഷ്, ദ ലിപ്പ് ബിക്കം ബ്ലൂയിഷ്, അങ്ങനെയാണ് ആൾ എന്തായി പോകുന്നത്? മരിച്ചു പോകുന്നത്. മനസ്സിലായില്ലേ? ലാസ്റ്റ് സ്റ്റേജിൽ അതാണ് സംഭവിക്കാതെ. ഫിംഗർ നെയിൽ ആൻഡ് ലിപ്പ് ബിക്കം ബ്ലൂയിഷ് ആൻഡ് ദ ഡെത്ത് മേ ഒക്കർ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓക്സിജൻ. വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ ടു ഡിസീസ് റിലേറ്റഡ് വിത്ത് ബാക്ടീരിയ. അപ്പൊ നമുക്ക് ടൈഫോയിഡ്, അതേപോലെ തന്നെ ന്യൂമോണിയ എന്ന് തുടങ്ങിയിരിക്കുന്ന 2 രോഗങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. എന്തില്? ബാക്ടീരിയൽ ഡിസീസിൽ. അതോടെ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്ടീരിയൽ ഡിസീസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാൻ പോകുന്ന എന്താ? ബാക്ടീരിയൽ. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? ബാക്ടീരിയൽ ഡിസീസ്, ടൈഫോയിഡ്, പാത്തജൻ സാൽമോണല്ല ടൈഫി, ന്യൂമോണിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ വൈഡാൽ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് അബൌട്ട് ബാക്ടീരിയൽ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോണത് വൈറൽ ഡിസീസ് ആണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു വൈറൽ ഡിസീസ്, ഒരുപാട് വൈറൽ ഡിസീസും ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു അല്ലെ? ഒരുപാട് വൈറൽ ഡിസീസ് നേരത്തെ ഞാൻ പറഞ്ഞു, 10-12ഓളം വൈറൽ ഡിസീസ് പറഞ്ഞു. പക്ഷെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഒരേ ഒരു വൈറൽ ഡിസീസാണ്. ഏതാത്? വൈറൽ. ആകെ ഒറ്റ തന്നെ ഉള്ളൂ. ഏതാ വൈറൽ ഡിസീസ്? ദാറ്റ് ഈസ് കോമൺ കോൾഡ്. ജലദോഷം. അപ്പൊ നമുക്ക് നേരത്തെ പഠിച്ച പോലെ തന്നെ പഠിക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ? ഉണ്ടാക്കുന്ന പാത്തജന്റെ പേരെന്ത്? അങ്ങനെ പഠിക്കുന്നതല്ലേ നല്ലത്. നോക്കാം. കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ആ പാത്തജന്റെ പേരെന്താ? കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന പാത്തജനാണ്, ഓക്കെ, ഫസ്റ്റ് പാത്തജൻ ഏതാണ്? ദാറ്റ് ഈസ് ഇതൊരു ബാക്ടീരിയ ആണോ വൈറസ് ആണോ? വൈറൽ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ റൈനോ വൈറസ്. റൈനോ, RHINO, റൈനോ വൈറസ് എന്ന ഒരു സിമ്പിൾ വൈറസ് ആണ് ഈ രോഗമുണ്ടാക്കുന്നത്. റൈനോ വൈറസ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? നമ്മുടെ ഇത് എന്താണ്? ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? പാർട്ട് ഓഫ് ദ ബോഡി. വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഇറ്റ് വിൽ എഫക്ട്? ജലദോഷം ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? നാസൽ പാസേജ് അല്ലെ? നാസൽ പാസേജ് അപ് ടു, ദാറ്റ് മീൻസ് നോസ്ട്രൽ, നാസൽ പാസേജ് അപ് ടു ത്രോട്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാസൽ പാസേജ് അപ് ടു ത്രോട്ട്. ഇവിടെ തുടങ്ങി ത്രോട്ട് വരെ വരുള്ളൂ. ത്രോട്ടിലേക്ക് താഴേക്ക് വന്ന് ലങ്സിനെയോ മറ്റു ഭാഗത്തെയോ ആക്രമിക്കാനുള്ള ഗട്സ് ഈ ഒരു വൈറസിന് ഇല്ല. അതായത് ഈ വൈറസ് ഒരു സിമ്പിൾ വൈറസ് ആണ്. നമ്മൾ ഈ കൊറോണ വൈറസിനെ പോലെ ലങ്സിനെ ആക്രമിച്ച് ഫൈബ്രോസിസ് ഉണ്ടാക്കാനുള്ള കഴിവൊന്നും ഇതിനില്ല. അതുകൊണ്ടാണ് മാരകമായ ഇത്. ഇപ്പം നമ്മൾ പറഞ്ഞ കൊറോണയേക്കാൾ
എളുപ്പത്തിൽ പകരുന്ന രോഗമാണ് കോമൺ കോൾഡ്. എന്നിട്ട് ആള് ഈ മാസ്ക് ഒന്നും ഇടാതെ പണ്ട് മുതലേ ജലദോഷം വന്നിട്ട് നടക്കാത്തുള്ള കാരണം മനസ്സിലായില്ലേ? ഈ ഒരു വൈറസ്, റൈനോ വൈറസിന് മൂക്ക് മുതൽ ത്രോട്ട് വരെ, തൊണ്ട വരെ വരാനുള്ള കഴിവേ ഉള്ളൂ. അതിനാൽ ഇങ്ങോട്ട് വന്ന് മറ്റു മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള, ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജലദോഷം വന്നിട്ട് മരിച്ചുപോയി എന്ന്? കേൾക്കൂല. കാരണം അങ്ങനെ ഗിന്നസ് ബുക്കിൽ പേര് കൊടുക്കണം. കാരണം ആളുകളെ കൊല്ലാൻ കഴിവില്ലാത്തൊരു വൈറസ്, ഒരു പാവം വൈറസാണിത് ഈ റൈനോ വൈറസ്. നാസൽ പാസേജ് മുതൽ എവിടെ വരെ എത്താം, അതുവരെ അത് ശല്യം ചെയ്യൂ കേട്ടോ. നിങ്ങൾ പരസ്യം കണ്ടിട്ടില്ലേ, 2 ക്ലിപ്പൊക്കെ മൂക്കിലിടുന്നത്, മൂക്കൊക്കെ അടച്ചിട്ട്, അതൊക്കെ സംഭവിക്കും. പക്ഷെ ത്രോട്ട് വരെ വരാൻ പറ്റുള്ളൂ. ത്രോട്ടിനാൽ താഴേക്ക് വന്ന് ലങ്സിനൊന്നും എഫക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനില്ല. പിന്നെ മൂന്നാമത്തത് എന്ത് രോഗമാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എന്താണ് ഇതിന്റെ മോഡ്? നമ്മൾ പഠിച്ചു നേരത്തെ, അല്ല അറിയാം നിങ്ങൾക്ക്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് എൻ എയർബോൺ ഡിസീസ് അല്ലേ? ഇതൊരു എയർബോൺ ഡിസീസ് ആണ്, വായുവിലൂടെ പകരുന്ന രോഗമാണ്. എന്ന് പറഞ്ഞാൽ ഈസ് എ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ അല്ലേ? നിങ്ങൾ ഒരു AC റൂമിനകത്ത് ഒരാൾ ഇരുന്നിട്ട്, ഒരു 10-50 ആൾ AC റൂമിൽ കുട്ടികളുണ്ട്, അതിൽ 1-2 ആൾക്കാർ ഉഷാറായിട്ട് ജലദോഷം വന്നിട്ട്, സാധാരണ നമ്മളെ കോമൺ കോൾഡ് വന്നിട്ട് തുമ്മിക്കൊണ്ടേയിരിക്കുന്നു. ഈ AC റൂമിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ഈ ഒരു ജലദോഷം വരാനുള്ള അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തുമ്മുന്നു, ആ ഡ്രോപ്ലെറ്റ് ആ AC റൂമിൽ മുഴുവൻ പകരുന്നു, പടർക്കുന്നു. എന്ത് ചെയ്യുന്നു? അത് രോഗം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രോപ്ലെറ്റ് വഴി പകരുന്ന, നമ്മൾ തുമ്മുമ്പോൾ ആ ചുറ്റുപാടുള്ള ആൾക്കാർക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, എയർബോൺ ഡിസീസ്. അത് നമ്മൾ വെള്ളത്തിലേക്ക് തുപ്പിയിട്ടല്ലല്ലോ ഇതാകുന്നത്, അത് അങ്ങനെയാണ് വരുന്നത്. ആ ഡ്രോപ്ലെറ്റ് വഴിയാണ് വരുന്നത്, എയർബോൺ ഡിസീസ്. ഇനി സിംറ്റംസ്. ഇതിന്റെ സിംറ്റംസ് ഞാൻ എഴുതുന്നൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സിംറ്റംസ് എന്ന് പറയുന്നത് എന്താ? ഒരു ജലദോഷത്തിന്റെ സിംറ്റം അറിയാത്ത ഒരാളും ഉണ്ടാവില്ല നമ്മളിവിടെ. ജലദോഷത്തിന്റെ സിംറ്റംസ് എന്തൊക്കെയാ? ഫസ്റ്റ് സിംറ്റം റണ്ണിങ് നോസ്. എന്താ? മൂക്ക് ഒലിച്ചു പോയി എന്നാണോ? ഓടിപ്പോയിന്ന്. റണ്ണിങ് നോസ്, മൂക്കൊലിപ്പ്. റണ്ണിങ് നോസ്. സ്റ്റഫ്ഡ് നോസ്, എന്താ അത്? നാസൽ ബ്ലോക്കേഡ്, മൂക്കടപ്പ്. കണ്ടില്ലേ 2 ക്ലിപ്പ് ഇട്ടിട്ട് ഒരാളുടെ ഓട്ടർവിന്റെ പരസ്യം, ക്ലിപ്പിടുന്നത്. നാസൽ ബ്ലോക്കേജ്. അപ്പം നാസൽ ഫ്ലോ, അതാണ് ഫസ്റ്റ്. നാസൽ ഫ്ലോ. നാസൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂക്കൊലിപ്പ്, റണ്ണിങ് നോസ്. നാസൽ ബ്ലോക്കേഡ് ഓർ സ്റ്റഫ്ഡ് നോസ്, മൂക്ക് അടപ്പ്. ഹോർസ്നെസ്. ഹോർസ്നെസ് എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ കിരികിരിപ്പ് എന്ന് പറഞ്ഞിട്ടില്ലേ? വിക്സ് ഗുളിക കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ പരസ്യം കണ്ടിട്ടില്ല, അത് തന്നെ ഹോർസ്നെസ്. ദെൻ സോർ ത്രോട്ട്. സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ വ്രണം എന്നല്ല, സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന. പിന്നെ എന്താ? ടയേർഡ്നെസ്, കാരണം ചെറുതായിട്ട് പനിക്കും. അത് നിങ്ങൾ ഏതൊരു വൈറസ് നമ്മളെ ശരീരത്തിൽ കയറിയാൽ നമുക്ക് പനി വരും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വൈറസ് ആണ് റൈനോ വൈറസ്. ഈ റൈനോ വൈറസ് വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യും? ഇതേപോലെ പനി വരും. ഇത് വളരെ സിമ്പിളായ വൈറസ് ആയതുകൊണ്ട് ചെറിയ പനിയേ വരുള്ളൂ. ആ പനിയുള്ള കാരണത്താലാണ് ടയേർഡ്നെസ് വരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. വാട്ട് ആർ സിംറ്റംസ് ഓഫ് കോമൺ കോൾഡ്? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറയാ? റണ്ണിങ് നോസ് അല്ലെങ്കിൽ നാസൽ ഫ്ലോ, സ്റ്റഫ്ഡ് നോസ്, നാസൽ ബ്ലോക്കേഡ്, പിന്നെ ഹോർസ്നെസ്, തൊണ്ടയിൽ കിരികിരിപ്പ്, പിന്നെ സോർ ത്രോട്ട്, തൊണ്ടവേദന, പിന്നെ എന്തൊക്കെയാ? സ്ലൈറ്റ് ഫിവറിഷ്നെസ്, ടയേർഡ്നെസ്, എല്ലാ ലക്ഷണങ്ങളും ഈ ജലദോഷത്തിന് കാണാം. പിന്നെ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ടെസ്റ്റിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. വൈഡാൾ ടെസ്റ്റ് പോലെ ടെസ്റ്റ് ചെയ്തിട്ടാണോ? അല്ല. അപ്പൊ അതിന് ടെസ്റ്റിന് ആവശ്യമില്ല. ദീസ് ആർ എബൌട്ട്, അഞ്ചാമതും പറയേണ്ട ആവശ്യമില്ല. ദീസ് ആർ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഈ ജലദോഷം എന്ന് പറയുന്ന രോഗത്തിന് മരുന്നുണ്ടോ? ജലദോഷം എന്ന് പറയുന്ന രോഗത്തിന് മരുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളെല്ലാവരും ജലദോഷത്തിന് മരുന്ന് കഴിക്കാറുണ്ടല്ലോ. ജലദോഷത്തിന് മരുന്ന്, ആന്റി കോൾഡ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അലോപ്പതിക് മെഡിസിൻ ഇഷ്ടംമാരി കിട്ടുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ പറയുന്നു മരുന്നില്ല എന്ന്, എന്നാൽ നിങ്ങൾ പറയുന്നു മരുന്നുണ്ട്, കഴിക്കുന്നു. സത്യമാണ്. പക്ഷെ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് എന്താ?
നിങ്ങളിപ്പം ജലദോഷത്തിന് മാർക്കറ്റിൽ ഒരുപാട് ആന്റി കോൾഡ് ടാബ്ലറ്റ്സ് ഇറങ്ങുന്നുണ്ട്. ഈ ആന്റി കോൾഡ് ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജലദോഷം മാറുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൻ്റെ സിംറ്റംസ് മാറും. നിങ്ങൾക്കുണ്ടാവുന്ന സിംറ്റംസ് ഇല്ലേ, ഈ പറഞ്ഞ മൂക്കടപ്പ്, മൂക്കൊലിപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് മാറും. അത് നിങ്ങൾ രാത്രി ഇപ്പം മൂക്കടച്ചു കിടക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഒരു ആന്റി കോൾഡ് ടാബ്ലറ്റ് ഇപ്പോൾ വിക്കോറിലോ ഏതെങ്കിലും ഒരു ഫ്ലൂക്കോൾഡോ നോക്കോൾഡോ ഏതെങ്കിലും ഒരു ആന്റി കോൾഡ് ടാബ്ലറ്റ് നിങ്ങൾ കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഉടനെ തന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പം മൂക്കൊക്കെ തുറക്കാൻ തുടങ്ങും. പക്ഷെ അത് അന്ന് രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. പിറ്റേന്ന് രാവിലെ ആവുന്നത് വീണ്ടും ജലദോഷം തുടങ്ങും നിങ്ങൾക്ക്. ചുരുക്കി പറഞ്ഞാൽ ജലദോഷത്തിന് മരുന്നില്ല. ഏകദേശം ഒരു 3 ദിവസം മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു രോഗമാണ് ജലദോഷം, കോമൺ കോൾഡ് എന്ന് പറയുന്നത്. അതൊരു 3 ദിവസം കഴിഞ്ഞ് 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ എപ്പം വേണമെങ്കിലും തനിയെ പോവാം. ഒരു മരുന്നില്ല. എന്തുകൊണ്ട് നമ്മളതിന് മരുന്ന് കണ്ടുപിടിക്കുന്നില്ല? ഒരു കാരണം, ഇത് മാരകമായ രോഗമല്ല. ഇതുവരെ ആരും ജലദോഷം വന്നിട്ട് മരിച്ചു പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വാക്സിനോ അല്ലെങ്കിൽ ഒരു മരുന്നോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുകൊണ്ട് നമുക്കുള്ള ശല്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൂക്കടപ്പ്, മൂക്കൊലിപ്പുള്ള സിംറ്റംസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിന് മാറാനുള്ള ആന്റി കോൾഡ് ടാബ്ലറ്റ്സ് ആണ് നമ്മൾ ഈ ഓക്സിമെത്തസോളിൻ എന്ന് പറഞ്ഞ ആ മരുന്നാണ്. നിങ്ങൾ മൂക്കിലുറ്റിക്കുന്ന ഓട്രവിൻ എന്ന് പറഞ്ഞ മരുന്ന്. അത് ഉറ്റിക്കുമ്പോഴത്തേക്ക് മ്യൂക്കസ് ഒക്കെ അലിഞ്ഞു പോകും. മ്യൂക്കോലൈറ്റിക് ഏജന്റ് ആണത്. അപ്പം മ്യൂക്കസ് അലിഞ്ഞു പോകുമ്പോൾ ആ ഭാഗത്ത് ക്ലിയർ ആവും, മൂക്ക് ക്ലിയർ ആവും. മൂക്കിൽ മരുന്ന് ഉറ്റിച്ചോന്നിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്പ്രേ അടിക്കുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. അപ്പോൾ അത് തൽക്കാലത്തേക്കാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത് പല ടൈപ്പ് വൈറസുകളാണ്. അതിൽ ഏതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയത്? പല വെറൈറ്റി ഓഫ് റൈനോ വൈറസ് ഉണ്ട്. അപ്പം അത് ഏതാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ മരുന്ന് കണ്ടുപിടിക്കാത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്ര മാരകമായ ഒരു രോഗമല്ല. ഒരാളും ഇതുവരെ ഇത് വന്നിട്ട് മരിച്ചു പോയിട്ടൊന്നുമില്ല എന്നുള്ള കാരണത്താലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് മരുന്ന് കണ്ടുപിടിക്കുന്നില്ല. ദർ ഈസ് നോ മെഡിസിൻ ഫോർ കോമൺ കോൾഡ്. ഈ ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് നമ്മൾ ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് കോമൺ കോൾഡ് മരുന്നില്ലാത്തത്? നമ്മൾ പറയും കോമൺ കോൾഡ് ഈസ് കോസ്ഡ് ബൈ മോർ ദാൻ 100 വെറൈറ്റീസ് ഓഫ് റൈനോ വൈറസ്. ഈ വൈറസുകൾ ഏതാണ് നമുക്ക് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് മോറോ ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ ഡിസീസ്. ഇറ്റ് കനോട്ട് കിൽ എനി പേഴ്സൺ. സോ ദർ ഇസ് നോ മെഡിസിൻ. അത് നമ്മൾ വെറുതെ സമയം കണ്ടെത്തിയിട്ട് കാര്യമില്ല അതിന്. സോ ദിസ് ഈസ് അബൌട്ട് കോമൺ കോൾഡ്. കോമൺ കോൾഡ് എന്ന് പറയുന്നത് ഇത്ര കാര്യമേ ഉള്ളൂ. റൈനോ വൈറസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. നാസൽ പാസേജ് അപ് ടു ത്രോട്ട്, അതായത് നാസൽ ചേംബർ, നാസോഫാരിങ്സ്, ത്രോട്ട് വരെ, ഫാരിങ്സ് വരെയുള്ള ഭാഗത്ത് എത്താൻ പറ്റും. പിന്നെ അതിന് താഴേക്ക് വരാൻ പറ്റില്ല. എയർബോൺ ഡിസീസ് ആണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. നാസൽ ഫ്ലോ അതായത് റണ്ണിങ് നോസ്, നാസൽ ബ്ലോക്കേഡ്, പിന്നെ ഹോർസ്നെസ്, സോർ ത്രോട്ട്, സ്ലൈറ്റ് ഫീവർ, അതേപോലെ ടയേർഡ്നെസ് ആണ് ഇതിൻ്റെ സിംറ്റം. ദർ ഇസ് നോ മെഡിസിൻ, ദർ ഇസ് നോ മെത്തേഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദിസ് ഡിസീസ്. ഓക്കെ, ദീസ് ആർ അബൌട്ട്. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട എന്തൊക്കെ പഠിച്ചു? ബാക്ടീരിയൽ ഡിസീസും വൈറൽ ഡിസീസ്. ഞാൻ ഒരുപാട് വൈറൽ ഡിസീസ് പറഞ്ഞു തന്നു, പക്ഷേ ടെസ്റ്റിലുള്ള വൈറൽ ഡിസീസ് നമ്മൾ പഠിച്ചു. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ പ്രോട്ടോസോവൽ ഡിസീസ്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? അപ്പോൾ ബാക്ടീരിയൽ ഡിസീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വൈറൽ ഡിസീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോസോവൽ ഡിസീസാണ്. പ്രോട്ടോസോവൽ ഡിസീസിൽ വളരെ പ്രധാനപ്പെട്ടാണത്. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാര്യമായി ശ്രദ്ധിക്കുക. ഇത് അതായത് പ്രോട്ടോസോവൻ ഡിസീസ് അല്ലേ? പ്രോട്ടോസോവൽ ഓർ പ്രോട്ടോസോവൻ ഡിസീസ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് മലേറിയ. ഇത് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. നമുക്ക് സാധാരണ പോലെ വേണമെങ്കിൽ എന്തൊക്കെ പറയാം? ഇതിന്റെ സിംറ്റംസ് ഇതൊക്കെ പറയാം. അതായത് ഇതുണ്ടാക്കുന്ന പാത്തോജൻ ആര്? ഇതുണ്ടാക്കുന്ന പാത്തോജൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം. പക്ഷേ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നതിന് കുറെ എണ്ണമുണ്ട്. പ്ലാസ്മോഡിയം അതായത് പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്. നമുക്കിങ്ങനെ എഴുതരാം. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം എന്തൊക്കെയുണ്ട്?
വൈവാക്സ് ഉണ്ട്, അതാണ് വൈവാക്സ് മലേറിയ ഉണ്ടാക്കുന്നത്. പിന്നെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാൽസിപ്പാലം മലേറിയ അഥവാ സെറിബ്രൽ മലേറിയ, മാലിഗ്നന്റ് മലേറിയ എന്നെല്ലാം പറയുന്ന മാരകമായ മലേറിയ ഉണ്ടാക്കുന്നത് ഫാൽസിപ്പാറമാണ്. പിന്നെ അതേപോലെ തന്നെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം, പ്ലാസ്മോഡിയം മലേറിയെ, പ്ലാസ്മോഡിയം ഒവെയിൽ, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഇതിൽ നമ്മൾ ഇത് രണ്ടും നിങ്ങൾ പഠിക്കുക. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മലേറിയ എന്ന് പറയുന്നത് വൈവാക്സ് മലേറിയ ആണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ടാക്കുന്ന വൈവാക്സ് മലേറിയയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. എന്നാൽ ഏറ്റവും മാരകമായ മലേറിയ എന്ന് പറയുന്നത് ഫാൽസിപ്പാറം മലേറിയ ആണ്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഫാൽസിപ്പാറം മലേറിയ, മാലിഗ്നന്റ് മലേറിയ, സെറിബ്രൽ മലേറിയ എന്നെല്ലാം പറയുന്ന അത് വളരെ മാരകമാണ്, ഫേറ്റലാണ്. ഇത് രണ്ടും സിമ്പിളാണ് ഒബയിലൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വൈവാക്സ് മലേറിയയും ഏറ്റവും മാരകമായത് ഫാൽസിപ്പാറം മലേറിയയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെന്റ് പ്ലാസ്മോഡിയം. അപ്പോൾ ഉണ്ടാക്കുന്നത് പാത്തജൻ പ്ലാസ്മോഡിയം. നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് എഴുതാം, കാരണം ഏറ്റവും കൂടുതൽ കാണുന്നത് അതാണല്ലോ. അതുകൊണ്ട് പ്ലാസ്മോഡിയം നമ്മൾ എന്ത് ചെയ്ത് സ്മോൾ ലെറ്റർ ഉപയോഗിക്കണം ഇവിടെ. അതാ പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ. ഓക്കെ, ഇനി രണ്ടാമത്തത് നമ്മൾ എന്തായിരുന്നു, ഇത് ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അതായത് ദ പാർട്ട് ഓഫ് ദ ബോഡി ഇറ്റ് വിൽ എഫക്ട്. ഇത് ശരിക്കും നമ്മുടെ എന്തിനെയാണ്, ലിവറിനെയും അതുപോലെ തന്നെ ബ്ലഡിനെയും ബാധിക്കുന്ന രോഗമാണിത്. ലിവർ, സ്പ്ലീൻ ആൻഡ് ബ്ലഡ്, അതാണ് ഇതിന്റെ അർത്ഥം. ദെൻ ഇത് മോഡ് എന്താണ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നമ്മൾ ഇങ്ങനെയല്ല പഠിക്കുന്നത്, വേറെ പറയും. ഞാനത് ഇങ്ങനെ നേരത്തെ പഠിപ്പിച്ചതുകൊണ്ട് ഇങ്ങനെ പറയുന്നുള്ളൂ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇത് എന്തിലൂടെ പകരുന്ന രോഗമാണ്? ഇതൊരു വെക്ടർ ബോൺ ഡിസീസ് ആണ്. വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് എന്തിലൂടെയാ പകരുന്നത്? ഒരു വെക്ടറിലൂടെയാണ് അല്ലെ, വെക്ടറിലൂടെയാണ്, മൊസ്കിറ്റോ വഴിയാണ് പകരുന്നത്. ഇത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇത് പകരുന്നത് അനോഫലിസ്, ഫീമെയിൽ അല്ലെ, അനോഫലസ് മൊസ്കിറ്റോ വഴിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഫീമെയിൽ അനോഫലിസ് മൊസ്കിറ്റോ ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇതൊരു വെക്ടർ ബോൺ ഡിസീസ് ആണ്. സാധാരണയായിട്ട് ആൺകൊതുക് ഇങ്ങനെ ഈ കാര്യത്തിന് കടിക്കാറില്ല. അതിനുള്ള കാരണം നിങ്ങൾക്കറിയാം. നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ട്, ഈ കൊതുക്, ഈ മൂട്ട എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ പേൻ എല്ലാം പാരസൈറ്റ് ആണ്. എന്നാൽ കൊതുക് ഒരു പാരസൈറ്റ് അല്ല. എന്താ കാരണം? കൊതുക് ഇപ്പം ആൺകൊതുകാണെങ്കിലും പെൺകൊതുകാണെങ്കിലും അവര് ഫുഡിന് വേണ്ടിയിട്ട് മറ്റു ചെടികളെയൊക്കെയാണ് ആശ്രയിക്കുന്നത്, മറ്റു പ്ലാന്റ്സിനൊക്കെയാണ്. അപ്പൊ അവരുടെ ഫുഡല്ല അത് ബ്ലഡ് അവരെന്തിനാണ് കുടിക്കുന്നത്? അത് റീപ്രൊഡക്റ്റീവ് പർപ്പസിനാണ് അവർ കുടിക്കുന്നത്. അതുകൊണ്ടാണ് ഫീമെയിൽ അത് കുടിക്കുന്നത്. എന്തുകൊണ്ട് മെയിൽ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാലുള്ള കാരണം അതാണ്. ദേ സക്ക് ദ ബ്ലഡ് ഓൺലി ഫോർ സം റീപ്രൊഡക്റ്റീവ് പർപ്പസസ്. അതായത് ഫെർട്ടിലൈസേഷൻ പോലുള്ള സാധനത്തിനാണ് അവർ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഫെർട്ടിലൈസ് ഈ ഒരു റീപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഫീഡിങ്ങിന് അല്ലാത്തത് കൊണ്ടാണ് അതൊരു പാരസൈറ്റ് അല്ലാത്തത്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ബോട്ടണിയിൽ ഒരു ചാപ്റ്ററിലുണ്ട്, പോപ്പുലേഷൻ ഉള്ള ചാപ്റ്ററിലുണ്ട്, പാരസൈറ്റിസത്തിൽ. അതായത് ഈ മൊസ്കിറ്റോ ഒരു പാരസൈറ്റ് അല്ല, അവർ ബ്ലഡ് കുടിക്കുന്നു. എന്നാൽ ബ്ലഡ് കുടിക്കുന്ന മൂട്ട, ബെഡ് ബഗ്, ഒരു പാരസൈറ്റ് ആണ്. അതിലെ കാരണം അവരാ ഫുഡായിട്ടാണ് ബ്ലഡ് ഉപയോഗിക്കുന്നത്. പിന്നെ മൊസ്കിറ്റോ, അതുകൊണ്ടാണ് ഫീമെയിൽ മൊസ്കിറ്റോ മാത്രം ഇത് കഴിക്കുന്നത്, അല്ലാതെ മെയിൽ ഉപയോഗിക്കാതെ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡല്ല. അപ്പോൾ ഫീമെയിൽ അനാഫലിസ് മൊസ്കിറ്റോ വഴിയാണ്, അതൊരു വെക്ടർ ബോൺ ഡിസീസ് ആണ്. ഓക്കെ, സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ചിൽ ആണ്. അതായത് ഫീവർ, ചിൽ, അതായത് പനി, തണുപ്പ്. ഫീവർ, സ്വെറ്റിംഗ്, ചിൽ. പനിക്കുക, പിന്നെ ഇങ്ങനെ വേർക്കുക, പിന്നെ തണുക്കുക, വീണ്ടും പനിക്കുക, ഇങ്ങനെ റിക്കറന്റ് ആയിട്ട്. ഇവിടെ നമ്മൾ പറയാം റിക്കറന്റ് ഫീവർ ആൻഡ് ചിൽ ആണ് ഇതിന്റെ ലക്ഷണം. ഓക്കെ, പിന്നെ ഇത് കണ്ടുപിടിക്കാൻ കാര്യം മെത്തേഡൊന്നുമില്ല.
അപ്പൊ ഇത്രയാണ് നമ്മൾ എന്തൊക്കെയാണ് പാത്തോജൻ. ദ പാത്തോജൻ ഈസ് പ്ലാസ്മോഡിയം. ഇത് പല ടൈപ്പ് പ്ലാസ്മോഡിയം ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കാണുന്ന പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. പക്ഷെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം ഫാൽസിപ്പാറമാണ്. അത് ഉണ്ടാക്കുന്നത് സെറിബ്രൽ മലേറിയ, മാലിഗ്നന്റ് മലേറിയ എന്നറിയപ്പെടുന്ന ഫാൽസിപ്പാറം മലേറിയ രോഗമാണ്. അത് മാരകമാണ്. പാത്തോജൻ ഇത് നമ്മുടെ ലിവറിനെ, സ്പ്ലീനിനെ, അതുപോലെ ബ്ലഡിനെയാണ് ബാധിക്കുന്നത്. വെക്ടർ ബോൺ ഡിസീസ് ആണ്. ഒരു കാരിയർ വഴി ഉണ്ടാകുന്ന രോഗമാണ്. അതാരാ? ഫീമെയിൽ അനാഫലിസ് മോസ്കിറ്റോ ആണ്. റിക്കറന്റ് ആയി വരുന്ന, ഇടവിട്ട് വരുന്ന ഫീവർ, സ്വെറ്റിംഗ്, ചിൽ ആണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഈ മലേറിയൽ പാരസൈറ്റ് എങ്ങനെയാണ് നമ്മളെ ശരീരത്തിൽ കയറിയിട്ട് വരുന്നത് ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം ഉണ്ട്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 148 ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം നേരിട്ട് ചിലപ്പോൾ തന്നിട്ട് ഇത് എന്താണെന്നൊക്കെ ചോദിക്കാം. നമ്മളെ സിലബസ് അങ്ങനെയാണ്, അതുകൊണ്ട് നേരിട്ടെടുത്ത് ചോദിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും പേജ് നമ്പർ 148 പേജ് നമ്പർ 148 ആ ഡയഗ്രാം ഒന്ന് നോക്കണം. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം, നോക്കുക നിങ്ങൾ. അതായത് നമ്മളെ ദ ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം, ഇറ്റ് ഈസ് എ ഡൈജനറ്റിക് പാരസൈറ്റ്. എന്താണ് പ്ലാസ്മോഡിയത്തിന്റെ പ്രത്യേകത? ദിസ് ഈസ് എ ഡൈജനറ്റിക് പാരസൈറ്റ്. എന്താ ഇതിനർത്ഥം? ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് കംപ്ലീറ്റഡ് ദ ലൈഫ് സൈക്കിൾ ഇൻ 2 ഹോസ്റ്റ്. 2 ഹോസ്റ്റിലാണ് ഇത് അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതൊരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. കാരണം അതതിന്റെ ഡൈജനറ്റിക് ആൻഡ് ട്രൈഫേസിക് എന്ന് പറയും. ഓക്കെ, ഡൈജനറ്റിക്, ഇതൊരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ? ഇത് അതിന്റെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2 ഹോസ്റ്റിലാണ്. ആരൊക്കെയാണ് ആ 2 ഹോസ്റ്റ്? അതിൽ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം കാണാൻ പറ്റും. ചെറിയൊരു ഭാഗം മാത്രമാണ് ഒരു ഹോസ്റ്റലുള്ളത്. ഇതാരാ? ദിസ് ഈസ് ദ ഫീമെയിൽ അനാഫലിസ് മോസ്കിറ്റോ. ഇതാരാണ്? ഫീമെയിൽ അനാഫലിസ് മോസ്കിറ്റോ. ഇതാരാ? ഈ വലുത് ഹ്യൂമൻ. അവ വലിയൊരു ലെങ്തി ആയിരിക്കുന്ന ഒരു ഫേസ് മനുഷ്യനിലാണ്. ഫീമെയിൽ അനാഫലിസ് മോസ്കിറ്റോ ചെറിയൊരു ഫേസ് ആണുള്ളത്. ഇങ്ങനെ ഈ ജീവി, ഈ ഒരു പാരസൈറ്റ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന പാരസൈറ്റ്, ഒരു എന്ന പ്രോട്ടോസോവ, അതിന്റെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2 ഹോസ്റ്റിലായതുകൊണ്ട് നമ്മൾ അതിനെ ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് പറയും. ഇതിൽ ആരാണ് പ്രൈമറി ഹോസ്റ്റ്, ആരാണ് സെക്കൻഡറി ഹോസ്റ്റ്, ഇത് കണ്ടുകൊണ്ട് പറയരുത്. ഇതിലെ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇവരാണ്. പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ അനാഫലിസ് മോസ്കിറ്റോ ആണ്. സെക്കൻഡറി ഹോസ്റ്റ് മാത്രമാണ് മനുഷ്യൻ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ എക്സാമ്പിളോട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കുന്നു, നിങ്ങൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നു ആൾക്കാരിടയ്ക്ക്. ആൾക്കാർ നിങ്ങളെ കുറ്റം പറയുന്നില്ല. കാരണം എന്താ? അത് നിങ്ങളെ കുറ്റമല്ല എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് എന്താ? ഇതിൻ്റെ കുറ്റക്കാര് നിങ്ങളുടെ പാരൻസ് ആണ്. നിങ്ങളുടെ പാരൻസ് ഇങ്ങനെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടായത്, അതുകൊണ്ടാണ് നിങ്ങൾ കുറ്റം ചെയ്തത് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. നിങ്ങളെ പാരൻസ് നിങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ നിങ്ങൾ ഉണ്ടാവില്ലല്ലോ, ഈ കുറ്റം ഉണ്ടാവില്ലല്ലോ. ആ രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ നോക്കിയേ, ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫീമെയിൽ അനാഫലിസ് മോസ്കിറ്റോ. ഫെർട്ടിലൈസേഷൻ നടന്നാലല്ലേ ഈ പാത്തജൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് സെക്കൻഡറി മാത്രമാണ്. ഫെർട്ടിലൈസേഷൻ ഇതിന്റെ സൈസ് അല്ല നോക്കേണ്ടത്. ഫെർട്ടിലൈസേഷനും ഡെവലപ്മെന്റും നടക്കുന്നത് ഫീമെയിൽ അനാഫലിസ് മോസ്കിറ്റോയിലാണ്. അപ്പൊ അതുണ്ടായത് കൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത്, അതുണ്ടായത് കൊണ്ടല്ലേ ഈ പാത്തജൻ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് പ്രൈമറി ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ അനാഫലിസ് മോസ്കിറ്റോയും സെക്കൻഡറി ഹോസ്റ്റ് എന്ന് മനുഷ്യർ. ഇത് തെറ്റിപ്പോയൊരു എൻട്രൻസ് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇനി ഞാനിന്റെ ലൈഫ് സൈക്കിൾ വരച്ച് കാണിച്ചു തരാം, ശ്രദ്ധിക്കുക, വളരെ കാര്യമായി ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഈ അതായത് നമ്മുടെ ഇതിപ്പോ മോസ്കിറ്റോ അല്ലേ, മോസ്കിറ്റോ ബൈറ്റ് എ ഹ്യൂമൻ. ഇത് മോസ്കിറ്റോന്റെ ഭാഗമല്ലേ. മോസ്കിറ്റോ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം മോസ്കിറ്റോ ബൈറ്റ്, ആവശ്യമൊന്നുമില്ല. മോസ്കിറ്റോ ഒരു ആരോഗ്യമുള്ള മനുഷ്യനെ കടിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ മോസ്കിറ്റോ ഇയാളിലേക്ക് കുത്തിവെക്കുന്ന ഒരു ഇൻഫെഷ്യസ് ഫോം ഉണ്ട് പാരസൈറ്റിന്റെ.
ഈ പ്ലാസ്മോഡിയത്തിന്റെ ഇൻഫെഷ്യസ് ഫോമിനെയാണ് ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഈ സാധനം. ഈ ഇൻഫെഷ്യസ് ഫോം ഇതാരാത്? ഇത് നമ്മളെ പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയത്തിന്റെ ഇൻഫെഷ്യസ് ഫോമിനെയാണ് ഇത് മനുഷ്യരിലേക്ക് കുത്തിവെച്ചത്. ആ ഇൻഫെഷ്യസ് ഫോമിന്റെ പേര് പഠിക്കണം, സ്പോറോസോയിറ്റ്. അപ്പൊ എന്താ സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞാൽ? സ്പോറോസോയിറ്റ് ഈസ് ദ ഇൻഫെഷ്യസ് ഫോം ഓഫ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിന്റെ നമുക്ക് രോഗമുണ്ടാക്കാൻ ചാൻസ് ഉള്ള ആ ഫോമിന്റെ പേരാണ് സ്പോറോസോയിറ്റ്. ഒരു ഫീമെയിൽ അനാഫലിസ് മൊസ്കിറ്റോ ആരെ കടിക്കുമ്പോൾ, ഒരു ആരോഗ്യമുള്ള മനുഷ്യനെ കടിക്കുമ്പോൾ അത് ഈ പ്ലാസ്മോഡിയത്തിന്റെ ഇൻഫെഷ്യസ് ഫോമായ സ്പോറോസോയിറ്റിനെയാണ് മനുഷ്യനിലേക്ക് കുത്തിവെക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് എന്ത് ചെയ്യുന്നറിയോ? ഈ സ്പോറോസോയിറ്റ് നേരെ എവിടെ എത്തും? സ്പോറോസോയിറ്റ് ബ്ലഡിലൂടെ നേരെ ലിവറിലെത്തും. ലിവറിലെത്തി. എവിടെ എത്തി? ലിവറിലെത്തി. ഈ സ്പോറോസോയിറ്റ് എന്തിലൂടെ എത്തുന്നത്? ത്രൂ ബ്ലഡ് ഇറ്റ് റീച്ചസ് ദ ലിവർ. ഇത് ലിവർ സെല്ലിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? അപ്പൊ നമുക്ക് സ്പോറോസോയിറ്റ് കാണിക്കാം. ഞാൻ ഈ പച്ച കളറിൽ വെച്ച സ്പോറോസോയിറ്റ് ആണ്. ഈ സ്പോറോസോയിറ്റ് ലിവർ സെല്ലിൽ എത്തി. അത് ലിവർ സെല്ലിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലിവർ സെൽ ബേസ്റ്റ് ആവും. ലിവർ സെൽ ബേസ്റ്റ് ആയിട്ട് അത് നേരെ വീണ്ടും എവിടേക്ക് വരും? ബ്ലഡിലോട്ട് വരും. ലിവർ സെല്ല് എന്താവും? ലിവർ സെൽ ലിവർ അല്ലേ? ലിവർ സെൽ വിൽ ബേസ്റ്റ് ആൻഡ് ഇറ്റ് വിൽ റിട്ടേൺ ഇൻ ടു ദ ബ്ലഡ് അഗൈൻ. എന്നിട്ട് അത് അടുത്തത് RBC കയറും. റെഡ് ബ്ലഡ് കോർപ്പസൽസ് ഇല്ലേ, അതിനകത്ത് കയറും. ഈ സാധനം RBC കയറി. ഓക്കെ, RBC കയറിയിട്ട് എന്താ ചെയ്ത്? RBCനുള്ളിലെത്തി. RBC കയറിയിട്ട് അവിടെ വെച്ചും ഇത് നേരത്തെ പറഞ്ഞ പോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും, ARP. അപ്പോ അവിടെ വെച്ചും മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലിവർ സെൽ ബേസ്റ്റ് ആവും. ലിവർ സെൽ ബേസ്റ്റ് ആയിട്ട് എന്താ ചെയ്യുക? ഈ ഒരു ഇൻഫെഷ്യസ് ഫോം ഇല്ലേ, അത് പുറത്ത് ചാടും. ലിവർ സെല്ല് ബേസ്റ്റ് ആവും ആദ്യം. എന്നിട്ട് അത് ബ്ലഡിലൂടെ ബ്ലഡ് സെൽ RBC, ഇത് RBC ആണ് കേട്ടോ. ഇതെന്താ സാധനം? ഈ ചോപ്പുകൾ ഞാൻ വരച്ചത് എന്താ? RBC, റെഡ് ബ്ലഡ് സെൽസ് ആണ്. റെഡ് ബ്ലഡ് സെൽസിൽ ഇത് കയറും. എന്നിട്ട് അവിടെ വെച്ചിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് RBC ബേസ്റ്റ് ആവും. RBC ബേസ്റ്റ് ആവുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യും? ഒരു കെമിക്കൽ റിലീസ് ചെയ്യും. ആ കെമിക്കലിന്റെ പേരാണ്, ഇതിന് റിലീസ് ചെയ്യുന്ന കെമിക്കലിന്റെ പേരാണ് ഹീമോസോയിൻ. ഈ രണ്ട് വാക്കും മാത്രമാണ് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ടത്, സ്പോറോസോയിറ്റും ഹീമോസോയിനും. ഇൻഫെക്ഷസ് ഫോം ഓഫ് പാരസൈറ്റിന്റെ പേരാണ് സ്പോറോസോയിറ്റ്. ഈ RBC ബ്രേക്ക് ചെയ്യും, ബേസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഈ പാത്തജൻ പുറത്തു ചാടും. അതിന്റെ കൂടെ ഒരു കെമിക്കൽ കൂടെ ഉണ്ടാവും. ആ കെമിക്കലിന്റെ പേരാണ് ഹീമോസോയിൻ. ഈ ഹീമോസോയിൻ എന്ന് പറയുന്ന കെമിക്കൽ കാരണമാണ് ഇതല്ലേ റിക്കറന്റ് ഫീവർ ആൻഡ് ചിൽ ഉണ്ടാവുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ 48 മണിക്കൂറിലും അല്ലെങ്കിൽ 72 മണിക്കൂറിലും പനി, ശരീരം വേർക്കുക, പിന്നെ തണുത്ത് വിറയ്ക്കുക, വീണ്ടും പനിക്കുക, ഇങ്ങനെ റിക്കറന്റ് ഫീവർ, സ്വെറ്റിംഗ്, ചിൽ, ഇതിങ്ങനെ മാറി മാറി വരാൻ കാരണം ഈ പറഞ്ഞ കെമിക്കലാണ് ഹീമോസോയിൻ. ഈ ഹീമോസോയിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഉള്ളത് കാരണമാണ് ഈ ഒരു റിക്കറന്റ് ആയിട്ട് മലേറിയ പേഷ്യന്റിന് പനിയും തണുപ്പും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഹീമോസോയിൻ റിലീസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നറിയോ? ഇത് ഇവിടുന്ന് നേരെ പോയിട്ട് നേരെ ഈ സംഭവം എന്ത് ചെയ്യും? ഈ ഒരു ഇത് വീണ്ടും വന്നിട്ട് ഫ്രഷ് RBC കയറും, പുതിയ RBC കയറും. പുതിയ RBC കയറും. പക്ഷെ അവിടെ വെച്ചിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല നടത്തുന്നത്. പിന്നെ അത് എന്ത് ചെയ്യുന്നു? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും. എന്നിട്ട് എന്തായിട്ട് മാറും? ദേ ആർ ചേഞ്ച്ഡ് ഇൻ ടു ഗാമെറ്റ്സ്. മനസ്സിലായില്ലേ? ഇത് ഗാമെറ്റ്സ് ആയിട്ട് മാറും. ഗാമെറ്റ്സ് ആയി. ഓക്കെ, ഇത്രേ ഉള്ളൂ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ പകരം പുതിയ RBCയിൽ വെച്ചിട്ട് അത് ഗാമെറ്റ്സ് ആയിട്ട് മാറും. ഗമറ്റോജനസിസ് നടക്കും. ഇനി എന്താ ചെയ്യുക? ഇത്രയേ ഉള്ളൂ മനുഷ്യൽ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നു. ഇനി എന്താ സംഭവിക്കുന്നത്? ഇത് നേരത്തെ കാരിയറായ മൊസ്കിറ്റോ ഹെൽത്തി മനുഷ്യനാണ് കടിച്ചത്. ഇനി ഇവിടെ ഒരു ഫ്രഷ് മൊസ്കിറ്റോ, ഇതൊന്നും ഇല്ലാത്തൊരു മൊസ്കിറ്റോ ഈ രോഗിയായ മനുഷ്യനെ കടിക്കുമ്പോൾ ആ ബ്ലഡ് മീലിനോടൊപ്പം എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഗാമെറ്റ്സും കൂടെ
ഇതിൻ്റെ ശരീരത്തിലെത്തും. ആരുടെ ശരീരത്തിലെ? മൊസ്കിറ്റോന്റെ ശരീരത്തിൽ ഈ ഗാമറ്റുകൾ എത്തും. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് ഈ ഗാമറ്റുകൾ കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫെർട്ടിലൈസേഷൻ വിൽ ടേക്ക് പ്ലേസ് ഹിയർ. ഫെർട്ടിലൈസേഷൻ നടക്കും. എവിടെയാണ് നടക്കുന്നത്? ഇൻ ദ ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട്, മൊസ്കിറ്റോന്റെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സ്പോറോസോയിറ്റ് ആയിട്ട് മാറും. ഇതല്ലേ സ്പോറോസോയിറ്റ്? ഞാൻ ഇവിടെ പറഞ്ഞ ഈ സാധനല്ലേ പ്ലാസ്മോഡിയത്തിന്റെ സ്പോറോസോയിറ്റ്? അതല്ലേ മനുഷ്യന് നേരത്തെ എത്തിയത്? ഇപ്പോൾ സ്പോറോസോയിറ്റ് ആയിട്ട് മാറും. അത് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷനും ഡെവലപ്മെന്റും നടക്കുന്നത്. അത് മെച്ചുർ ആകുമ്പോൾ നേരെ എന്ത് ചെയ്യും? സലൈവറി ഗ്ലാൻഡിലേക്ക് പോവും. സലൈവറി ഗ്ലാൻഡ് പോയിട്ട് അവിടെ സ്റ്റോർ ആവും. എന്നിട്ട് അടുത്ത ആളെ കടിക്കുമ്പോൾ വീണ്ടും ഇത് സർക്കുലേറ്റ് ചെയ്യും. ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ മലേറിയൽ പാരസൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് മലേറിയൽ പാരസൈറ്റ്, ഒരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 ഹോസ്റ്റിലാണ്. ഏതൊക്കെ 2 ഹോസ്റ്റ്? ഒന്ന് മനുഷ്യൻ, ഒന്ന് ഫീമെയിൽ അനാഫലിസ് മൊസ്കിറ്റോ. ഇതിൽ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യനും ഫീമെയിൽ അനാഫലിസ് മൊസ്കിറ്റോയും, സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യനും. ശ്രദ്ധിക്കുക. ഇനി എങ്ങനെ അതിൻ്റെ ലൈഫ് സൈക്കിൾ പോകുന്നത് ശ്രദ്ധിക്കുക. പ്ലാസ്മോഡിയത്തിന്റെ ഇൻഫെഷ്യസ് ഫോമിന്റെ പേരാണ് സ്പോറോസോയിറ്റ്. ഒരു കൊതുക് ഫീമെയിൽ അനാഫലിസ് മൊസ്കിറ്റോ കാരിയറായ മൊസ്കിറ്റോ ഒരു ആരോഗ്യമുള്ള മനുഷ്യനെ കടിക്കുമ്പോൾ ഈ സ്പോറോസോയിറ്റ് എന്ന ഇൻഫെഷ്യസ് ഫോം ഓഫ് ദ മലേറിയൽ പാരസൈറ്റ് എൻ്റർ ഇൻ ടു ദ ഹ്യൂമൻ ബോഡി. അത് ബ്ലഡിലൂടെ എവിടെ എത്തുന്നു? ഇറ്റ് വിൽ എഫക്ട് ദ ലിവർ. ലിവറിലെത്തും. ഇറ്റ് വിൽ ലിവ് ഇൻ ദ ലിവർ ആൻഡ് ട്രൈ ദെയർ മൾട്ടിപ്ലിക്കേഷൻ. അവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ ലിവർ സെൽ ബേസ്റ്റ് ചെയ്തിട്ട് അത് വീണ്ടും ബ്ലഡിലിടും. ബ്ലഡിലൂടെ അത് എവിടേക്ക് എത്തും? RBCന്റെ ഉള്ളിൽ കയറും. RBC റെഡ് ബ്ലഡ് എറിത്രോസൈറ്റ്, ചുവന്ന രക്താണുക്കളിൽ കയറി RBC കയറി അവിടെ വെച്ചും അത് മൾട്ടിപ്ലൈ ചെയ്യും. ആ സമയത്ത് RBCയും ബേസ്റ്റ് ആവും. RBC ബേസ്റ്റ് ആവുമ്പോൾ ഈ പാരസൈറ്റിന്റെ ഫോം പുറത്ത്, അത് മീറോസോയിൻ എന്നാ പറയുക, അത് പുറത്തു വരികയും ചെയ്യും. അതോടൊപ്പം ഹീമോസോയിൻ എന്നൊരു കെമിക്കൽ റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ റപ്ചർ ഓഫ് ദ RBC കാരണമാണ് ഹീമോസോയിൻ. ഈ ഹീമോസോയിൻ എന്ന് പറയുന്ന കെമിക്കലാണ് റിക്കറന്റ് ആയിട്ട് വരുന്ന ഫീവറിനും ചില്ലിനും, അതായത് പനിക്കും തണുത്ത് വിറയ്ക്കുന്നതിനും കാരണം മലേറിയയിൽ. പിന്നെ എന്ത് ചെയ്യും? അടുത്തത് ബ്ലഡിലൂടെ വീണ്ടും പുതിയ RBC കയറി പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, ഗാമെറ്റോജനസിസ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് ഗാമറ്റുകളായി മാറും. ഇത്രയും മനുഷ്യ ശരീരത്തിൽ നടക്കും. ഇനി ഒരു പുതിയ കൊതുക് ഈ ബ്ലഡ് കുടിക്കുമ്പോൾ ഈ ഗാമറ്റുകൾ അത് എന്തിൻ്റെ മൊസ്കിറ്റോയുടെ ശരീരത്തിലെത്തുകയും അതിൻ്റെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അത് മെച്ചുവർ ആവുന്ന സമയത്ത് അതിൻ്റെ സലൈവറി ഗ്ലാൻഡ്, ഫീമെയിൽ അനാഫലിസ് മൊസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിൽ മൈഗ്രേറ്റ് ചെയ്യും, അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും, റെഡി ഫോർ ദ നെക്സ്റ്റ് അറ്റാക്ക്. ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയൽ പാരസൈറ്റ്. പേജ് നമ്പർ 148 ടെക്സ്റ്റ് ബുക്കിൽ ഇത് നോക്കണം. ദിസ് ഈസ് എവറിഥിങ് അബൌട്ട് ദ മലേറിയ. ഇതാണ് മലേറിയ എന്ന് പറഞ്ഞ ഭാഗത്തെ പറ്റി നമുക്ക് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വരച്ച് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ.